ഹലോ നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. എല്ലാവർക്കും പറക്കാട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് നമ്മുടെ ഇടപ്പാളുള്ള പറക്കാട്ടിൻ്റെ ഷോറൂമിലാണ്. ഇടപ്പാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ റൂട്ടിലുള്ള അമാന മാളിലാണ് പറക്കാട്ടിൻ്റെ ഷോറൂം ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാതെ നമ്മുടെ ഓർണമെൻറ്റ്സ്, ഇവിടുത്തെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഷോർട്ട് നെക്ലേസുകൾ ഒന്ന് ചുരുക്കത്തിൽ പരിചയപ്പെടാം അല്ലേ. ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള അല്പം 3 ടോൺ ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് അല്പം ചെറിയ റൂബി സ്റ്റോൺസും എമറാൾഡ് സ്റ്റോൺസും ഒക്കെ ഹാങ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഈ ബോൾസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എത്ര നല്ല വർക്കാണെന്നുള്ളത്. അത്രയും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഉള്ളി ബോളൊക്കെ ഇട്ട് ചെറിയ കുരുമുളക് പോലെയുള്ള വർക്കൊക്കെ ചെയ്തിട്ട് 3 ടോൺ ഗെയിലു ഫിനിഷൊക്കെ കൊടുത്ത് റൂബി സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള, അതൊക്കെ ആർക്കും യൂസ് ചെയ്യാവുന്ന, ഏത് ഒക്കേഷനിൽ യൂസ് ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള നെക്ലേസ് ആണ് കേട്ടോ. അതുപോലെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിൽ കിടന്ന മാല ഞാനൊന്ന് മാറ്റിയിട്ട് വളരെ, ഞാൻ ഒരു ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ഞാൻ തന്നെ മാലകളൊന്നും അങ്ങനെ ഉപയോഗിക്കാതെയാണ് വന്നത്. നെക്ലേസ് ഒന്നും അല്ലെങ്കിൽ സാധാരണ എൻ്റെ കഴുത്തിൽ ഒരു ചെയിനും ഒരു ചെറിയ പെൻഡൻറ്റും ആണ് കാണാറില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഒരു മാല ഒന്ന് മാറ്റി വന്നിട്ടാലും തോന്നി. ഇതെങ്ങനെയുണ്ട്, നല്ലതല്ലേ? കാരണം ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ പഴയ ഡമ്പലിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന, എന്നാൽ ഫുള്ളായിട്ട് സ്റ്റോൺസ് വെച്ചിട്ടുള്ള അല്പം റോഡി ഫിനിഷൊക്കെ ഉണ്ട് ഇല്ലേ, കുറച്ച് ബോൾസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു സിമ്പിൾ നെക്ലേസ്. അതായത് ഇതുപോലെയൊക്കെ തന്നെ ഏത് കോസ്റ്റ്യൂം, ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിന് യോജിക്കുന്ന രീതിയിൽ, അതുപോലെ ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ നെക്ലേസ്. പിന്നെ ഇതൊക്കെ നമ്മളുടെ ഷോറൂമിലെ എല്ലാ ഷോറൂമുകളിലും തന്നെ ഉള്ള കോമൺ പാറ്റേൺ ആണ്. നമുക്കൊരു അൺകട്ട് ഡയമണ്ട് പാറ്റേൺ പരിചയപ്പെടാം. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അല്പം ഡൾ ഫിനിഷ് വേണം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആർക്കും ആ ഒരു ഗോൾഡിൻ്റെ യെല്ലോ തിളക്കം വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ അല്പം ചോക്കറാണോ എന്ന് ചോദിച്ചാൽ ചോക്കർ എന്ന് വേണേൽ പറയാം. എന്നാൽ സിമ്പിളാണ്, വളരെ ചെറുത്, അതിന് ചേരുന്ന രീതിയിൽ വളരെ ചെറിയ ഒരു കമ്മലും ഒക്കെ ആയിട്ട് നമ്മൾക്ക് എങ്ങനെയുള്ള ഒരു ഒക്കേഷനും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു അൺകട്ട് ഡയമണ്ട് പാറ്റേൺ ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ്. പിന്നെ നമുക്ക് അതേപോലെ തന്നെയാണ് ഒത്തിരി, ഞാനിതൊന്നും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എല്ലാം ഒന്നും നമ്മളെ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇതുപോലുള്ള സിമ്പിൾ നെക്ലേസുകൾ നമ്മളുടെ ഓരോ ഷോപ്പുകളിലും ഇതേപോലെ തന്നെ പല വെറൈറ്റിയിലുള്ള ഡയമണ്ട് പാറ്റേൺ നെക്ലേസുകളാണുള്ളത്. കാരണം ഞാൻ ചിലപ്പം നേരത്തെ കാണിച്ച ഷോപ്പുകളിൽ ഈ ഒരു പാറ്റേൺ കാണണമെന്നില്ല, ചിലപ്പോൾ നമ്മളുടെ കുറച്ച് ഷോപ്പുകളിൽ ഇതേ പാറ്റേൺ കാണും. പക്ഷെ നമ്മുടെ ഏത് ഡിസൈൻ വേണേലും, ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഏത് ഡിസൈൻ വേണേലും നമ്മളുടെ ഏത് ഷോപ്പിൽ വേണേലും ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു, കസ്റ്റം ചെയ്ത് അത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉള്ള മോഡൽ തന്നെ വേണമെന്നില്ല, ഏത് മോഡൽ പറഞ്ഞാലും നമ്മൾക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പാലക്കാട്ടിലെ ഏത് ഷോറൂമിലുള്ള പീസാണിത്. പിന്നെ ഇതൊക്കെ നമ്മളുടെ സ്ഥിരമായിട്ട് വരുന്ന മാംഗോ ഷേപ്പിൽ അല്പം ട്രഡീഷണൽ ആയിട്ടുള്ള വലിയ ഹെവി ഐറ്റത്തിലേക്കല്ല ആദ്യം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ നെക്ലേസുകളിൽ പെടുത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ, ഏത് ഒക്കേഷനിലും ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് നെക്ലേസുകളാണ്. ഇവിടെ നമുക്ക് കുറേ കളക്ഷൻസ് നമ്മുടെ പറക്കാട്ടിൻ്റെ ഷോറൂമുകളിൽ അധികം എക്കണോമിക് കളക്ഷൻ നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ എല്ലാ കടകളിലും അധികം ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ എടപ്പാള ഷോപ്പിൽ നമുക്ക് കുറച്ച് ഈ ഒരു ടൈപ്പ് സാധനങ്ങൾക്ക് നമ്മളുടെ സോഫി നെക്ലേസും കുറച്ച് എക്കണോമിക് കളക്ഷനിലുള്ള നെക്ലേസുകൾക്കൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് അങ്ങനെയുള്ള കളക്ഷൻസും എക്കണോമിക് കളക്ഷൻസും ഇവിടെ നമ്മൾ കരുതിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു 1000 റേഞ്ച് തൊട്ട് തുടങ്ങിയിട്ട് വരുന്ന ഒരു ഓർണമെന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ആണെങ്കിൽ വെറുതെ നമ്മൾക്ക് ഇപ്പൊ ദേവി രൂപമൊക്കെ ഉള്ള ഇത്രയും ഹെവി ആയിട്ടുള്ള പാറ്റേൺസിന് പോലും വളരെ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. ഒരു 2500 താഴെയാണ് വരുന്നത്. GST എല്ലാം അടക്കം വരുന്നത്, അതിന്റെ കമ്മലും എല്ലാം അടക്കം വരുന്നത്.
വരുന്നത് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് വൺ ടൈം മാറ്റിയെടുക്കാവുന്ന ഒരു സംവിധാനങ്ങളും കൂടെ ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു 2500 അല്ലെങ്കിൽ 1000 വാങ്ങിയാൽ പോലും നമുക്ക് 1 ഇയറിനുള്ളിൽ ഇത് തിരിച്ചു കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മളുടെ എക്കണോമിക് കളക്ഷൻ ആണെങ്കിലും ഇപ്പൊ ഈ കാണുന്നതൊക്കെ എക്കണോമിക് കളക്ഷൻസ് ആണ്, വലിയ റേറ്റ് ഒന്നും വരാത്ത ഓർണമെന്റ്സ് ആണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് 1 ഇയറിനുള്ളിൽ ചേഞ്ച് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. പിന്നെ പറക്കാട്ടിന്റെ ഓർണമെന്റ്സ് ആണെങ്കിലും നമുക്ക് സർവീസും കിട്ടും, അതേപോലെ തന്നെ നമുക്കത് ഇതുപോലെ 1 ഇയറിനുള്ളിൽ 50% ചേഞ്ച് ചെയ്തെടുക്കാം. പിന്നീട് അതിന് മുമ്പോ പിമ്പോ ഒക്കെ നമ്മൾക്ക് സർവീസ് ഉണ്ട്, അങ്ങനെയുള്ള പിന്നെ മണി ബാക്ക് എക്സ്ചേഞ്ച്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോ വേറെ വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മളുടെ പറക്കാട്ടിന്റെ തന്നെ എക്കണോമിക് കളക്ഷനിൽ വരുന്നത്, അല്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പാറ്റേൺസ് ആണ്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര ഫിനിഷുള്ള നമ്മുടെ പറക്കാട്ടിന്റെ അതേ ഒരു ഫിനിഷിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന നെക്ലേസുകളാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി വരുന്നത്. നമുക്കൊരു മറ്റ് കുറച്ച് സാധനങ്ങളിലേക്കും കൂടെ പോവാം. ലോങ് നെക്ലേസുകളുണ്ട്. ഞാൻ എല്ലാം ഒന്നും കണക്ട് ചെയ്യുന്നില്ല, എന്നാലും കുറച്ച് നെക്ലേസുകളൊക്കെ ഇത് കാണിച്ചു തരാം. നമ്മുടെ ബ്രൈഡൽ കളക്ഷനിൽ വരുന്ന എക്കണോമിക് കളക്ഷൻ്റെ കുറച്ച് ഹെവി ടൈപ്പുകൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിനൊക്കെ ആണെങ്കിലും ഇപ്പൊ നമുക്ക് വലിയൊരു റേറ്റ് ഒന്നും വരുന്നില്ല. ഇപ്പൊ അതാ ഈ ഒരു നെക്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരു 4500 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ജിംക എല്ലാം വെച്ചിട്ട് റൂബിയും എമറാൾഡ് പോട്ടാ സ്റ്റോൺസ് ഒക്കെ വെച്ച് നല്ല ഗോൾഡൻ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് വരുന്ന ഈ തരം നെക്ലേസിനൊക്കെ മാക്സിമം വരുന്നത് നമ്മളുടെ എക്കണോമിക് കളക്ഷനിൽ വരുമ്പോഴും ഒരു 3000 ടു ലോങ് നെക്ലേസുകളാണെങ്കിലും 2500 മുതൽ ഒരു 5000 വരെയൊക്കെയാണ് മാക്സിമം റേറ്റ് വരുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ കമ്മലുകൾ എന്ന് പറഞ്ഞാൽ പറക്കാട്ടിൻ്റെ കമ്മലുകളിൽ ഒത്തിരി നല്ല പാറ്റേൺസ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റോണിൽ സ്റ്റാറും സ്റ്റാർ കട്ടും അങ്ങനെയുള്ള കുറച്ച് നല്ല സ്പെഷ്യൽ പാറ്റേണുകളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം അങ്ങനെ കാണാത്ത ഗോൾഡിൽ തന്നെ റെയറായിട്ട് വരുന്നത്. ഇതൊക്കെ ഇതിൻ്റെ കട്ടിങ്ങൊക്കെ അത്രയും ഭംഗിയുള്ളതാണ്. ഹാങ്ങിങ് ഉള്ള കമ്മലുകളുണ്ട്. ചെറിയ ഇതൊക്കെ കണ്ടില്ലേ, കുട്ടികൾക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും കോളേജ് കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ബോൾസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ട്. അതുപോലെ തന്നെ പാലക്ക, നാഗപടം, കാശ്, പതക്കം പോലെയുള്ളത്, അങ്ങനത്തെയൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ടൈപ്പുണ്ട്. മുന്തിരിക്കൊല പോലെയുള്ള ജിമുക്കകൾ, അതുപോലെ തന്നെ സ്റ്റഡിലൊക്കെ ആണെങ്കിലും മാറ്റ് ഫിനിഷ് അടിച്ചിട്ട് അമ്മമാർക്കൊക്കെ ഇടാൻ പറ്റിയ വലിയ ടൈപ്പ് റിങ്ങുകളും ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെ എല്ലാ ടൈപ്പും ഉണ്ട്. നമ്മൾക്ക് കമ്മലുകളിലും എല്ലാം വെറൈറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ എത്ര അധികം പറഞ്ഞാലും തീരാത്ത അത്രയും കളക്ഷൻ, ഒരു എപ്പിസോഡിൽ തീരാവുന്ന കളക്ഷനല്ല പറക്കാട്ടിൻ്റെ ഓരോ ഷോറൂമിലും ഉള്ളത്. അപ്പോൾ ഞാൻ വളരെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ പറക്കാട്ടിൻ്റെ എടപ്പാള് ഷോപ്പിലെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും പറക്കാട്ടിൻ്റെ എടപ്പാള് ഷോപ്പിൽ അതുപോലെ പറക്കാട്ടിൻ്റെ ഷോറൂമുകളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് സന്ദർശിക്കുക. നമ്മളുടെ ഓർണമെൻറ്റ്സ് നേരിട്ട് കാണുക. അതിൻ്റെ ഫിനിഷും ഡിസൈനും ക്വാളിറ്റിയും നമ്മളുടെ സർവീസും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അത്ര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റായിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒപ്പം പറക്കാട്ടിൻ്റെ യൂട്യൂബ് ചാനൽ ആരും കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ തീർച്ചയായും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും